ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചു കൂടിയോ? ഞങ്ങളും വിഷു അടിച്ചു പൊളിച്ചു. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബന്ധുക്കളൊക്കെ കൂടി എല്ലാവരും കൂടി വിഷു അടിച്ചു പൊളിച്ചു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഇന്നലെ വിഷു ആയിട്ട് നമ്മൾ പച്ചടി വെച്ചത് പൈനാപ്പിൾ പച്ചടി ആയിരുന്നേ. കാരണം നാടൻ മാങ്ങ കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ മരുമോളുടെ അമ്മ വന്നപ്പം അവരുടെ വീട്ടിൽ നിന്ന് നാടൻ മാങ്ങാപ്പഴം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ഞാനിന്ന് മാങ്ങാപ്പഴ പച്ചടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാപ്പഴം കൊണ്ട് പച്ചടിയാണ് വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നലെ കിട്ടിയില്ല, അതുകൊണ്ട് പൈനാപ്പിൾ പച്ചടി വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് കണ്ടോ, കുറച്ച് മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് കണ്ടോ, ചെറിയ ഈ നാടൻ മാങ്ങയാണ്. അപ്പോൾ അത് ഒത്തിരിയൊന്നുമില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാങ്ങ പഴുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഉള്ളത് അവരിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് ഒരുപാട് മസാലക്കൂട്ട് അങ്ങനത്തെ ഒന്നും വേണ്ട ഈ കറിക്ക്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ തന്നെയാണ് ക്യാമറമാൻ, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. ഇതിനകത്ത് നമുക്ക് ശക്കലം ഈ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ്. ഒരു കാശ്മീരി മുളക് പൊടി ഇടും, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ മാങ്ങയൊന്ന് വെന്ത് വരണം. ഒരു ശക്കല ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, മധുരക്കറി ആണെങ്കിലും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ശക്കല ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. നല്ലതായിട്ട് മാങ്ങയൊന്ന് നന്നായിട്ട് വെന്ത് ഈ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേനും നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാവേ. അരത്തേനും ഇതൊന്നിരുന്ന് വേവട്ടെ. ഓക്കെ.